ബലിപെരുന്നാൾ വിപുലമായി ആഘോഷിച്ച് ഒമാനിലെ പ്രവാസികളും സ്വദേശികളും. ഒമാനിൽ 382 തടവുകാർക്ക് സുൽത്താൻ പൊതുമാപ്പ് നൽകി. അവധിക്കാലമെത്തിയിട്ടും സലാല സർവീസ് എക്സ്പ്രസ് പുനരാരംഭിച്ചില്ല. പ്രതിഷേധം ശക്തമാകുന്നു. ബലിപെരുന്നാൾ അവധി. മസ്കത്തിലെ പാർക്കുകൾ രാത്രി 12 വരെ പ്രവർത്തിക്കും. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിലിന്റെയും ത്യാഗസ്മരണയിൽ ബലിപെരുന്നാൾ വിപുലമായി ആഘോഷിച്ച് ഒമാനിലെ പ്രവാസികളും സ്വദേശികളും. പള്ളികളിലും വിവിധ മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. സുഹാറിലെ സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്കിലാണ് ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചത്. സുൽത്താനോടൊപ്പം രാജകുടുംബാംഗങ്ങളും വിവിധ സേനകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. ഗാല അൽ റൂസൈക്കി ഗ്രൗണ്ടിൽ നടന്ന ഈദ്ഗാഹിന് അബ്ദുൽ കരീം നേതൃത്വം നൽകി. ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. രണ്ടാമതൊരു കാര്യം, ലോക ജനതയ്ക്കു വേണ്ടി നിലകൊള്ളുകയും അവരുടെ സുഭിക്ഷതക്കും അവരുടെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ്. മബേല ഹയ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മുസ്തഫ റഹ്മാനിയും ബർക്കയിൽ ഫസൽ കദിരൂരും, നന്മ മബേല സംഘടിപ്പിച്ച അൽ ഷാദി ടർഫിൽ നടന്ന ഈദ്ഗാഹിന് റഹ്മത്തുള്ള മഗ്രിബിയും നേതൃത്വം നൽകി. വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് ബലിപെരുന്നാൾ പ്രമാണിച്ച് ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പൊതുമാപ്പ് പ്രഖ്യാപിച്ചു. പരമാധികാരിയും സായുധ സേനയുടെ സുപ്രീം കമാൻഡറുമായ സുൽത്താന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം ഒമാൻ പൗരന്മാരും വിദേശികളും ഉൾപ്പെടെ 382 തടവുകാർക്കാണ് മോചനം ലഭിക്കുകയെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. പെരുന്നാൾ ആഘോഷവേളയിൽ തടവുകാരുടെ കുടുംബങ്ങളുടെ സാഹചര്യം കണക്കിലെടുത്തും സുൽത്താന്റെ മാനുഷിക പരിഗണന മുൻനിർത്തിയുമാണ് ഈ കാരുണ്യ നടപടി. ജയിൽ മോചിതരാകുന്ന വിദേശികളിൽ പ്രവാസികളും ഉൾപ്പെടുമെന്നാണ് സൂചന. കഴിഞ്ഞ മാർച്ചിൽ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞ സലാല സർവീസുകൾ ഇതുവരെയും പുനരാരംഭിക്കാതെ മലയാളി പ്രവാസികളെ വട്ടം കറക്കി എയർ ഇന്ത്യ എക്സ്പ്രസ്. ജൂൺ 12ഓടെയാണ് സലാലയിൽ വാർഷിക സ്കൂൾ അവധി ആരംഭിക്കുന്നത്. എന്നാൽ ഇതുവരെയും സർവീസ് എന്ന് പുനരാരംഭിക്കുമെന്നതിന് ഒരു സൂചനയുമില്ല. മസ്കത്തിൽ നിന്ന് നേരത്തെ റദ്ദ് ചെയ്ത സർവീസുകൾ പുനരാരംഭിച്ചിട്ടും സലാലയോടുള്ള അവഗണന തുടരുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചയിൽ കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കും നടത്തിയിരുന്ന സർവീസുകൾ സലാല മലയാളികളുടെ നാടടയാനുള്ള ഏക മാർഗമായിരുന്നു. ഇതാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കഴിഞ്ഞ ഒക്ടോബർ മുതൽ അവസാനിപ്പിച്ചത്. ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിൽ മസ്കത്ത് ഗവർണറേറ്റിലെ പാർക്കുകളുടെയും വിനോദ കേന്ദ്രങ്ങളുടെയും പ്രവർത്തന സമയം നീട്ടിയതായി മസ്കത്ത് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ബുധനാഴ്ച മുതൽ 4ാം പെരുന്നാളായ ശനിയാഴ്ച വരെ എല്ലാ പാർക്കുകളും പൊതു ഉദ്യാനങ്ങളും രാവിലെ 9 മുതൽ രാത്രി 12 വരെ തുറന്ന് പ്രവർത്തിക്കും. പെരുന്നാൾ അവധിക്കാലത്ത് തലസ്ഥാന നഗരിയിലെത്തുന്ന സന്ദർശകർക്കും കുടുംബങ്ങൾക്കും കൂടുതൽ വിനോദാവസരങ്ങൾ ഒരുക്കുന്നതിനും പെരുന്നാൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നതിനുമാണ് നഗരസഭ പ്രവർത്തന സമയം നീട്ടിയിരിക്കുന്നത്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.